ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചാറുകറി ഉണ്ടാക്കിയെടുക്കാവേ. ഒരു മാങ്ങ മാത്രം മതി കേട്ടോ, നല്ല സൂപ്പർ ചാറ് റെഡിയാക്കി എടുക്കാം. അതിനുള്ള അരപ്പ് ആദ്യമേ റെഡിയാക്കാവേ. തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കറുവാപ്പട്ട എല്ലാം ഇച്ചിരി മതി കേട്ടോ, കറുവായുടെ കഷ്ണമേ. പിന്നെ 2 ചുവന്നുള്ളിയും കൂടെ വേണം കേട്ടോ. അതിനകത്ത് പെരിഞ്ചീരകവും കറുവായും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാമ്പുള്ള മാങ്ങ കിട്ടുമ്പം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ ഇതിൻ്റെ തൊലി വളരെ നൈസായിട്ടാണ് ചെത്തിക്കളയാവുള്ളേ. അല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് പറയാൻ, നമ്മളിത് കുക്ക് ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ട് അലിന്ന് പോവേ. ഇങ്ങനത്തെ മാങ്ങ എന്നല്ല, ഓരോന്നിനും ഓരോ രീതിയാണ്. പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മറ്റേ നാരുള്ള മാങ്ങയാണ് നല്ലത്, ഇതിന് ഇങ്ങനത്തെ മാങ്ങയാണ് നല്ലത്. ഇത് നാരുള്ളത് കൊണ്ട് ഉണ്ടാക്കിയ വലിയ മെച്ചമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കഴിക്കുമ്പം ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുവേ. ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ ക്യൂബായിട്ട് അങ്ങോട്ട് പെട്ടെന്നായി കിട്ടും. നേരം 5 മിനിറ്റൊന്നും വേണ്ട ഇത് ഒന്ന് റെഡിയായിട്ട് വരാൻ. എന്നാന്ന് പറഞ്ഞാൽ ഇത് വെന്തോണ്ടിരിക്കാൻ നമുക്ക് അരപ്പാക്കാമല്ലോ. ഇച്ചിരി ഉപ്പും ചേർത്ത് 2 പച്ചമുളകും ഇട്ട് ഇച്ചിരി ആവശ്യത്തിന് ഇത് വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് 2 3 ഇല കരിയാപ്പില ഇട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേച്ച് അതൊന്ന് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് ഒന്നും വേണ്ട, അതിനിപ്പുറം തന്നെ അത് റെഡിയാവും. ആ വെള്ളം വറ്റാനൊന്ന് അനുവദിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അത് റെഡിയായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളത് ഇളക്കുമ്പം എല്ലാം കൂടി അങ്ങോട്ട് ഉടച്ചു കൊടുക്കണ്ട. ചില മാങ്ങ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പായസം പോലെ ആയി പോവേ. ചില മാങ്ങ അപ്പോൾ അതിൻ്റെ ആ പുളിയെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കോളുമല്ലോ. ഒരുപാട് പുളി കാണുകയല്ലേ. നല്ല പച്ചമാങ്ങ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. ഇത് ഇച്ചിരി ചെനച്ച് പോയേ. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ച് തിളച്ച് കഴിയുമ്പം നമ്മൾ കടുകും കൂടെ വറുത്ത് ചേർത്ത് നമ്മുടെ കറി റെഡിയായി. പറയുമ്പം കുറേ ഉണ്ടെന്ന് തോന്നിയാലും പെട്ടെന്നായി കിട്ടുന്ന കറി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടാക്കി നോക്കണേ. പിന്നെ കടുക് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചേർക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സാധാരണ എന്നും ചെയ്യുന്ന പോലെ തന്നെ ചുവന്നുള്ളി, കരിയാപ്പില, വറ്റൽമുളക് അത്രയും മാത്രമേ ഉള്ളൂ. കടുകും പൊട്ടിച്ച് ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചാറുകറിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ചിക്കൻ മസാല ഇട്ടേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടരുത്, ഭയങ്കര എരിവായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ, ഉണ്ടാക്കുന്നവരെ അറിയിക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. വേറെ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഓക്കെ, ബൈ, വീണ്ടും കാണാവേ.